നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ അധ്യായം 3 കർമ്മയോഗമാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങളിൽ തന്നെ ഭഗവാൻ അർജുനനെ ഉപദേശിച്ച് യുദ്ധോത്സുകനാക്കി യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പല ഉദാഹരണങ്ങൾ പറഞ്ഞ് അർജുനൻ്റെ മനസ്സ് പാകപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുന്ന ഭഗവാനെയാണ് കണ്ടിരുന്നത്. ഇത്രയും കേട്ട അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതാണ് അടുത്ത ശ്ലോകം. അർജുന ഉവാച അധ കേന പ്രയുക്തോ അയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ഭഗവാനോട് അർജുനൻ ചോദിച്ചത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അർജുനൻ ചോദിച്ചു, ഹേ വാർഷ്ണേയ, ഏതിൻ്റെ പ്രേരണ കൊണ്ടാണ് പുരുഷൻ ആഗ്രഹമില്ലെങ്കിൽ പോലും നിർബന്ധിതനായി പാപം ആചരിക്കാൻ കാരണം? എന്തിൻ്റെ പ്രേരണയാണ് കൊണ്ടാണ് പുരുഷൻ പാപം ആചരിക്കാൻ കാരണം എന്നാണ് അർജുനൻ ചോദിച്ചിരിക്കുന്നത്. അതിനുത്തരമായി ഭഗവാൻ പറയുന്ന ശ്ലോകങ്ങളാണ് ഇനി വരുന്നവ. ശ്ലോകം 37. ശ്രീ ഭഗവാൻ ഉവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ശ്ലോകം 38. ധൂമേനാവ്രിയതേ വിഘ്നിര്യതാദർശോ മലേന ച യദോൽബേനാവൃതോ ഗർഭസ്ഥഥാ തേനേദമാവൃതം. ശ്ലോകം 39. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പുരാണേനലേന ച. ശ്ലോകം 40. ഇന്ദ്രിയാണി മനോബുദ്ധിരസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയതീത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ശ്ലോകം 41. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദ്വം നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഗിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. 37 മുതൽ 41 ശ്ലോകങ്ങളിൽ ഭഗവാൻ അർജുനൻ ചോദിച്ചതിൻ്റെ ആഗ്രഹമില്ലെങ്കിൽ പോലും എന്തിൻ്റെ പ്രേരണ കൊണ്ടാണ് പുരുഷൻ പാപം ആചരിക്കാൻ കാരണമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ 5 ശ്ലോകങ്ങൾ. ഇതിൻ്റെ 5ൻ്റെയും അർത്ഥം നമുക്ക് പ്രത്യേകം നോക്കാം. ശ്ലോകം 37ൻ്റെ അർത്ഥം പറയുമ്പോൾ പറയുന്നു. അർജുനൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോ ശ്ലോകങ്ങളിൽ അർത്ഥം പറയുമ്പോൾ ശ്ലോകം 37ൻ്റെ അർത്ഥം. അതിന് ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു, രജോ ഗുണത്തിൽ നിന്ന് ഉൽപ്പന്നമായതും ഒരിക്കലും വിട്ടുമാറാത്തവയും വിശപ്പ് മാറാത്തവയുമാണ് കാമവും ക്രോധവും മഹാപാപങ്ങളാണ്. ഇവയെ നീ ശത്രുവെന്നറിയുക. ശ്ലോകം 38. പുക കൊണ്ട് അഗ്നിയും അഴുക്കിനാൽ കണ്ണാടിയും പുറം ചർമ്മം കൊണ്ട് ഗർഭസ്ഥ ശിശുവും മൂടപ്പെട്ടിരിക്കുന്നു. അതുപോലെ കാമത്താൽ ജ്ഞാനവും മുഴുവനായും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 39. ഹേ കുന്തിപുത്രനായ അർജുന, സർവരുടെയും നിത്യവൈരിയും അഗ്നിയെപ്പോലെ സർവവും ഭക്ഷിച്ചിട്ടും തൃപ്തി വരാത്തതുമായ കാമത്താൽ ജ്ഞാനിയുടെ ജ്ഞാനം മറയ്ക്കപ്പെടുന്നു. ശ്ലോകം 40. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമരൂപിയായ ശത്രുവിൻ്റെ വാസസ്ഥാനം. കാമയിവയിലൂടെ ജ്ഞാനത്തെ മറച്ച് ദേഹധാരിയായ ജീവാത്മാക്കളെ വിശേഷ മോഹത്താൽ അടിമപ്പെടുത്തുന്നു. ശ്ലോകം 41. ഹേ ഭാരതശ്രേഷ്ഠ, അതിനാൽ നീ ആദ്യം ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന ഈ പാപത്തെ പരിത്യജിച്ചാലും ഇവിടെ
കാമവും ക്രോധവും എല്ലാം കാമം എങ്ങനെ നിലനിൽക്കുന്നു, എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന കാര്യമാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഭരതശ്രേഷ്ഠനായ അർജുന, നീ ഇതിനെല്ലാം ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത്, ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത്, ഇന്ദ്രിയങ്ങളെ അടക്കി ഈ പാപത്തെ പരിത്യജിച്ചാലും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ 5 ശ്ലോകങ്ങളിലായി കാമം മനുഷ്യനിൽ നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ പറയുന്നു. അതിനെ പരിത്യജിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഇനി നമുക്ക് മനുസ്മൃതിയിൽ ഭഗവാൻ ഇതിന് ഉദാഹരണം പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഈ പറഞ്ഞ 4-5 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത കാമം എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ആഗ്രഹമില്ലെങ്കിൽ പോലും എങ്ങനെയാണ് പാപം ആചരിക്കാൻ നാം പ്രേരിതനാകുന്നത് എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പരിഹാരം പറയുകയാണിനി. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.